മൈ ഡിയർ ഫ്രണ്ട്സ്, നമുക്ക് വാട്ടക്കപ്പ വേവിച്ചാലോ? വാട്ടക്കപ്പ വേവിക്കാം. ആദ്യം വാട്ടക്കപ്പ വെള്ളത്തിലിട്ട് കൊതുത്തെടുക്കുക. എന്നിട്ട് അത് വേവിച്ചെടുത്തു. അപ്പോഴത്തേക്ക് എൻ്റെ ചാനലൊന്ന് ലൈക്കും സബ്സ്ക്രൈബും ചെയ്യുക. ശോശാമ്മ കിച്ചൺ ശോശാമ്മ ഫുഡ് ചാനൽ കേരളം ബൈ ശോശാമ്മ. നമുക്ക് കപ്പ വെള്ളത്തിലിട്ട് കൊതുത്ത് അത് അടുപ്പേ വെച്ച് കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി. കൊതുത്ത് കഴിഞ്ഞാൽ പിന്നെ ഒരു 2-3 ഗ്ലാസ് വെള്ളത്തിൻ്റെ ആവശ്യമുള്ളൂ. കപ്പയുടെ അരയിടം വെള്ളം ഒഴിക്കുക. നമ്മൾ എത്ര അളവ് എടുക്കുന്ന അറിയത്തില്ലല്ലോ, ഓരോരുത്തരുടെ ഓരോ അളവല്ലേ. കപ്പയുടെ അര ഭാഗം വെള്ളം ഒഴിച്ചിട്ട് ഉപ്പും വെള്ളം കൂടെ ഒഴിച്ച് അടുപ്പ് വെച്ച് വേവിക്കുക. എന്നിട്ട് തേങ്ങയും വെളുത്തുള്ളിയും ജീരകവും പച്ചമുളകും എല്ലാം കൂടെ ഒതുക്കിയിട്ട് കടുകും വറുത്ത് ഇളക്കിയെടുക്കുക. അപ്പം അതിനൊരു കറിയും വേണ്ടേ. ഞാൻ നെത്തൽ അച്ചാറിട്ടത് അതും കൂട്ടി നമുക്ക് കഴിക്കാം. നെത്തൽ വറുത്തതും ഉണ്ട്. എങ്ങനെ ഉണ്ടെന്ന് നോക്കണ്ടേ, കഴിച്ചു നോക്കാം. എന്തെങ്കിലും കഴിക്കാൻ കൂടുന്നുണ്ടോ? നല്ല ഒന്നാന്തരം വാട്ടക്കപ്പ. മലയാളികൾക്കൊക്കെ അറിയാം വാട്ടക്കപ്പയുടെ ഈ സമയത്ത് തിന്നുന്ന ഉണ്ടോ. ചിലാണുണ്ട്. ഇത് വെള്ളത്തിൽ 12 മണിക്കൂറും കിടന്ന് കുതിരണം. കുതിരുമ്പോൾ നല്ലപോലെ കപ്പയുണ്ടാവും കേട്ടോ. കപ്പയും നെത്തലച്ചാറും എല്ലാവരും ചെയ്ത് നോക്കുക. ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കണ്ട. എൻ്റെ ചാനലൊന്ന് ഫോളോയും ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. എൻ്റെ പ്രിയ കൂട്ടുകാരെല്ലാവരോടും പറയുക, എനിക്ക് ലൈക്കും സബ്സ്ക്രൈബും ഫോളോയൊക്കെ ചെയ്യണേ. എൻ്റെ ചാനൽ മറക്കണ്ട. ശോശാമ്മ കിച്ചൺ ശോശാമ്മ. വാട്ടക്കപ്പ ഉപയോഗിച്ചത് കണ്ട. വാട്ടക്കപ്പ പെട്ടെന്ന് അടുപ്പ് വെച്ചാൽ വേവത്തില്ല കേട്ടോ. നേരത്തെ വെള്ളത്തിലൊക്കെ ഇട്ട് കൊതുത്തിട്ട് എടുക്കാവൂ. വാട്ടക്കപ്പ വേവിച്ചത്.